അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, നമ്മൾ കർമ്മത്തിൻ്റെ 8ാമത്തെ പാഠം നാണയങ്ങളുടെ സക്കാത്ത് എന്നുള്ള പാഠം നമ്മൾ കൃത്യമായി അതിൻ്റെ 1ാമത്തെ ഭാഗം വിശദീകരിച്ചു. ഏറ്റവും അവസാനം വിശദീകരിച്ചത് സക്കാത്ത് കണക്കാക്കുന്ന രീതി എന്നുള്ള ഹെഡിങ്ങാണ്. ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന ഭാഗം 30ാമത്തെ പേജിൽ ബാങ്ക് അക്കൗണ്ടും സക്കാത്തും എന്നുള്ള ഭാഗം മുതലാണ്. വിദ്യാർത്ഥികൾ മുഴുവനും കേട്ട് ഇതിൻ്റെ ചോദ്യോത്തരങ്ങൾ എഴുതി അയക്കേണ്ടതുണ്ട്. ചില വിദ്യാർത്ഥികളൊക്കെ അലസമായി കേൾക്കാതെയും അതേപോലെ തന്നെ നോട്ട്സ് അയക്കാതെയും നിൽക്കുന്നുണ്ട്. അവർക്ക് ഒരിക്കലും ഹാജർ ലഭിക്കുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് നമ്മുടെ പാഠങ്ങളിലേക്ക് കടക്കാം. എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ്. ബാങ്ക് അക്കൗണ്ടും സക്കാത്തും. നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലുള്ള തുകക്കും നാം സക്കാത്ത് നൽകേണ്ടതുണ്ട്. മേൽപ്പറഞ്ഞത് പോലെ വർഷം തികയുന്ന മുറയ്ക്ക് അക്കൗണ്ടിലുള്ള ധനം 595 ഗ്രാം വെള്ളിയുടെ മൂല്യമുള്ളതോ അതിൽ കൂടുതലോ ആണെങ്കിൽ അതിൻ്റെ 2.5% സക്കാത്ത് നൽകണം. അഥവാ നമ്മുടെ ബാങ്കിൽ 595 ഗ്രാം വെള്ളിയുടെ മൂല്യമുള്ള തുകയാണ്. അത് 595 ഗ്രാം വെള്ളിക്ക് എത്രയാണോ തുക, അത്രയും തുക നമ്മുടെ ബാങ്കിൽ ഉണ്ടെങ്കിൽ, അതിൻ്റെ കൂടുതലുണ്ടെങ്കിൽ 2.5% എന്ത് ചെയ്യണം? സക്കാത്ത് നൽകണം എന്നുള്ളതാണ്. ഈ ഇനത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെയും മറ്റു പ്രൊവിഡർ ഫണ്ടുകളും പരിഗണിക്കുക. മറ്റു ഫണ്ടുകളൊക്കെ ഇതിലെന്ത് ചെയ്യും? പരിഗണിക്കും എന്നുള്ളതാണ്. ഇനി ശമ്പളത്തിൻ്റെ സക്കാത്ത്. മാസം ശമ്പളത്തിന് മാസശമ്പളത്തിന് ഓരോ മാസവും സക്കാത്ത് നൽകുക എന്ന രീതി കൂടുതൽ സങ്കീർണവും പ്രയാസകരവുമാണ്. അല്ലേ? നമുക്ക് മാസം ശമ്പളം കിട്ടുമ്പോൾ അതിൻ്റെ ഓരോ മാസവും അതിന് സക്കാത്ത് നൽകുക എന്ന് പറയുന്നത് എന്താണ്? കുറച്ച് പ്രയാസമുള്ളൊരു കാര്യം തന്നെയാണ്. ശമ്പളവുമായി ബന്ധപ്പെട്ട് ഒരു തീയതി കണക്കാക്കി വർഷം തികയുന്ന മുറയ്ക്ക് തൻ്റെ അത്യാവശ്യം കഴിച്ച് മിച്ചം വരുന്ന, അഥവാ നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾ മാത്രങ്ങൾ എല്ലാം കഴിച്ച് ബാക്കി മിച്ചം വരുന്ന തുക കണക്ക് നോക്കുകയാണ് വേണ്ടത്. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിസാബ് തികയുന്നുണ്ടെങ്കിൽ, അഥവാ കണക്ക് തികയുന്നുണ്ടെങ്കിൽ വർഷാവസാനത്തിൽ അതിൻ്റെ 2.5% നൽകേണ്ടത്. ഇനി വർഷാവസാനം ഒരു ഭീമമായ തുക സക്കാത്തിൽ വരുമെന്ന ഭയവും ഒന്നിച്ചെടുക്കുവാൻ സാധിക്കില്ല എന്ന തോന്നലുമുണ്ടെങ്കിൽ, ഈ തോന്നലുമുണ്ടാകുന്ന സാഹചര്യത്തിൽ ഓരോ മാസവും ഒരു നിശ്ചിത സംഖ്യ സക്കാത്തിൽ മാറ്റിവെക്കുന്നതിൽ വിരോധമില്ല എന്നതാണ് ആധുനിക പണ്ഡിതന്മാരുടെ നിലപാട്. അഥവാ നമ്മൾക്കിപ്പോൾ വർഷാവസാനമാകുമ്പോൾ നമ്മൾ അതിൻ്റെ കണക്കുകളൊക്കെ കൂട്ടി ഒരു ഭീമമായ തുകയാണ് നമുക്ക് സക്കാത്ത് നൽകാൻ ഉള്ളതെങ്കിൽ ചില ആളുകൾക്ക് എന്ത് ചെയ്യാനില്ല, അങ്ങനെ നൽകാൻ സാധിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ മാസാവസാനം എന്ത് ചെയ്യുക? ഓരോ മാസാവസാനവും നമ്മൾ എന്ത് ചെയ്യുക? മാറ്റിവെക്കാം. അങ്ങനെ മാറ്റിവെക്കുന്നതിൽ യാതൊരു സക്കാത്തിൻ്റെ സംഖ്യ എന്ത് ചെയ്യണം? മാറ്റിവെക്കണം. ആ മാറ്റിവെക്കുന്നതിൽ യാതൊരു വിരോധവുമില്ല എന്നുള്ളതാണ് ആധുനിക പണ്ഡിതന്മാരുടെ നിലപാട് എന്നുള്ളത് വ്യക്തമാക്കുന്നത്. ഇനി ഗ്രാറ്റുവിറ്റിയുടെ സക്കാത്ത്. എന്താണ് ഗ്രാറ്റുവിറ്റി? ജോലിയിൽ നിന്നും വിരമിക്കുന്ന സമയത്ത് അതുവരെ ചെയ്ത സേവനം പരിഗണിച്ച് ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന തുകയാണ് ഗ്രാറ്റുവിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗ്രാറ്റുവിറ്റി ലഭിച്ച് ഒരു വർഷം തികയുന്ന മുറയ്ക്ക് 595 ഗ്രാം വെള്ളിയുടെ മൂല്യം, അഥവാ 595 ഗ്രാം വെള്ളിക്ക് എത്രയാണോ
ഇത് വരുന്നത്, കാശ് വരുന്നത് അതിൻ്റെ അത്ര മൂല്യമുള്ള അവശേഷിക്കുന്നുവെങ്കിൽ, അതിൻ്റെ അത്ര വരുന്നുണ്ടെങ്കിൽ, ബാക്കിയുണ്ടെങ്കിൽ മാത്രമാണ് അതിന് അയാൾ സക്കാത്ത് നൽകേണ്ടത്. എത്രയാണ് സക്കാത്ത് നൽകേണ്ടത്? 2.5% തന്നെയാണ് അതിനുള്ള സക്കാത്തും. അതേപോലെ തന്നെ അടുത്തത് നമ്മൾ പഠിക്കാനുള്ളത് വജ്രത്തിൻ്റെ സക്കാത്ത്. ആഭരണമായിക്കൊണ്ട് വിലപിടിപ്പുള്ള കല്ലുകളും മുത്തുകളും നമ്മുടെ നാട്ടിൽ സുബലമായി ഉപയോഗിക്കുന്നു അല്ലേ? നമ്മുടെ നാട്ടിൽ പല ആളുകളും ഇപ്പോൾ എന്ത് ചെയ്യാണ്, ഭയങ്കര ആർഭാടം, വിലപിടിപ്പുള്ള മുത്തുകളെ കൊണ്ടൊക്കെ എന്ത് ചെയ്യും, ആഭരണമായിക്കൊണ്ട് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ആഭരണമായാണ് ഇത്തരം വസ്തുക്കൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണേ, ഈ മുത്തുകളും അതേപോലെ തന്നെ പവ്യങ്ങളൊക്കെ ആഭരണമായിക്കൊണ്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? അതിന് സക്കാത്ത് നൽകേണ്ടതില്ല. ഇനി മറിച്ച് കച്ചവട വസ്തു ആയിക്കൊണ്ടാണ്, ആ മുത്തുകളും പവ്യങ്ങളൊക്കെ ഒരു കച്ചവട വസ്തു ആയിക്കൊണ്ടാണ് ഇത്തരം വസ്തുക്കൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ മൂല്യം കണക്കാക്കി നിസാബ് എത്തുന്ന മുറയ്ക്ക് 2.5%, 2% എന്ത് ചെയ്യണം? സക്കാത്ത് നൽകേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ പാഠങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. അവസാനത്തെ ഭാഗം മനസ്സിലായില്ല. അഥവാ നമ്മളിപ്പോൾ മുത്തുകളും അതേപോലെ തന്നെ പഴയങ്ങളൊക്കെ ചില ആളുകൾ ഇപ്പോൾ ആഭരണങ്ങളായി ഉപയോഗിക്കുന്നു, പക്ഷെ അതിനെന്തില്ല, സക്കാത്തില്ല. എന്നെ അത് കച്ചവട വസ്തു ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ അടുത്തുള്ളതെങ്കിൽ അതിന് എന്ത് ചെയ്യണം? സക്കാത്ത് കൊടുക്കണം. എത്ര? 2.5%. ഇനി നമ്മൾക്ക് നോക്കാനുള്ളത്, പഠിക്കാനുള്ളത് എന്താണ്? പഠന പ്രവർത്തനങ്ങളാണ്. നമുക്ക് വായിച്ചു നോക്കാം. ഉത്തരം എഴുതുക. നാണയങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നാണയങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട് എന്താണ് നാണയം എന്നുള്ളത്, കൃത്യമായി അവിടെ വിശദീകരിച്ചു തരുന്നുണ്ട്. അതേപോലെ തന്നെ സ്വർണത്തിൻ്റെ നിസാബ് എത്ര? നമ്മുടെ പാഠത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ നോക്കിയാൽ കാണാം സ്വർണത്തിൻ്റെ നിസാബ് എത്രയാണ്. അതേപോലെ വെള്ളിയുടെ നിസാബും എത്രയാണെന്ന് നമുക്ക് കാണാം. സക്കാത്ത് കണക്കാക്കുന്നത് എങ്ങനെ? സക്കാത്ത് കണക്കാക്കുന്ന രീതി 30-ാമത്തെ പേജിൽ ഫസ്റ്റ് പാരഗ്രാഫ് നമുക്ക് കാണാം. സക്കാത്ത് കണക്കാക്കുന്ന രീതി എന്നുള്ള ഹെഡിങ് വായിച്ച് നമ്മൾ എന്ത് ചെയ്യണം? എഴുതണം. ശമ്പളത്തിൽ നിന്നും ഗ്രാറ്റുവിറ്റിക്കും സക്കാത്ത് ഉണ്ടോ? വിശദീകരിക്കാമോ? എന്ത് ചെയ്യുക? അതിന് മുകളിൽ 30-ാമത്തെ പേജിലെ ശമ്പളത്തിൻ്റെ സക്കാത്ത് വായിക്കുക, ഗ്രാറ്റുവിറ്റിയുടെ സക്കാത്ത് വായിക്കുക. അത് രണ്ടും വായിച്ച് നമുക്ക് എന്താണോ അതിൽ നിന്ന് മനസ്സിലാവുന്നത് അതെന്ത് ചെയ്യുക? അത് എഴുതി ഒന്ന് വിശദീകരിച്ചൊന്ന് എഴുതുക. ഇത്രയാണ് ഇന്ന് നമ്മൾ പഠിക്കാനുള്ളത്. വളരെ സ്ലോ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ക്ലാസ് വായിച്ചെടുത്തത്. അപ്പോൾ മനസ്സിലാകാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ചോദിക്കാം. അള്ളാഹു നമ്മളെന്ത് ചെയ്യട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ വിദ്യാർത്ഥികളും എഴുതി കാണിക്കേണ്ടതുണ്ട്, എന്നാൽ മാത്രമേ ആജർ ലഭിക്കുകയുള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.